ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട്, പിന്നെ വേണ്ടത് നെയ്യ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിലോട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല വെട്ടി തിളച്ച വെള്ളമാണ്. ചൂടുവെള്ളമല്ല, നല്ലോണം വെട്ടി തിളക്കുന്ന വെള്ളം. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ചെടുക്കുന്നില്ലേ, ആ ഒരു വെട്ടി തിളക്കുന്ന വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 3 കപ്പ് പൊടി എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം. ആശീർവാദിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ നല്ല പാകത്തിനാകുന്നുണ്ട്. നേരെ പകുതി എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ചൂടോടെ നമുക്ക് എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നുമുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വെള്ളം പോരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ കട്ടിക്കുള്ള മാവല്ല, കുറച്ച് അയവിൽ. ഞാൻ പത്തിരി പ്രസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി അയവിൽ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ എത്ര വലിയ സൈസിൽ ചപ്പാത്തി വേണം അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പലകയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പത്തിരി പ്രസ്സിൽ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആട്ടപ്പൊടി വെച്ചിട്ട് നൈസ് പത്തിരിയൊക്കെ നമ്മൾ അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ അരിപ്പൊടി വെച്ച് എടുക്കുന്ന പോലെ തന്നെ ആട്ടപ്പൊടി വെച്ചിട്ട് പത്തിരി എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാ പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് എണ്ണ ഷീറ്റ് വെക്കുന്നുണ്ട്, അതുപോലെ എണ്ണയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ അറ്റത്ത് വെച്ചിട്ട് ഇവനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 3 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട്. ഓരോ പത്തിരി പ്രസ്സിലും ഓരോ രീതിയായിരിക്കും. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല തിന്നായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല ചൂടായ പാനിലോട്ട് ഇട്ടിട്ട് ഇത് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, നമ്മൾ സാധാരണ പത്തിരി ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് മറ്റേ ഭാഗം കുക്കായി വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പുള്ളി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ പുള്ളി വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാനിൽ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആകുന്നുണ്ട്. ഇനി ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോർമൽ ചപ്പാത്തി പോലെ നമുക്ക് പരത്തി അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്